അസ്സലാമലൈക്കും എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞങ്ങൾ കോഴിക്കോട് ഹൈലൈറ്റ് മാളിൽ പോയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് കാണിക്കുന്നത്. ഒരു ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ ഇങ്ങോട്ട് പോയത് കേട്ടോ. നോമ്പിന് മുന്നേ പോയ വീഡിയോസാണ് ഇതൊക്കെ. അതൊന്നും എനിക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല, നല്ല സുഖമില്ലാത്ത കാരണം. അപ്പോൾ ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ഒരു 12:30-ക്ക് ശേഷമാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ കോഴിക്കോട്ടേക്ക് പോയത് കേട്ടോ. പോകുന്ന വഴിക്കാണ് ഞങ്ങൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചത്. അപ്പോൾ ഞങ്ങളുടെ കൂടെ ഉപ്പയും ഉമ്മയും ഞങ്ങളും ഞാനും ഇക്കും കുട്ടികളാണ് പോയിരുന്നത് കേട്ടോ. അപ്പോൾ ഇക്കയുടെ ഉമ്മയും ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു മാളിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ അവരിത് കാഴ്ചകളൊക്കെ കാണുമായിരുന്നു കേട്ടോ. അപ്പോൾ ഈ സ്നോ ഫാൻറ്റസിക്കാണ് കാര്യമായിട്ട് ഞങ്ങൾ പോകുന്നത്. മോൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഇവിടുത്തെ ഐസ് മലയിലൊന്ന് കയറണം എന്ന് പറഞ്ഞിട്ട്. കുറച്ച് മുന്നേ ഞങ്ങളൊന്ന് വന്നിരുന്നു, പക്ഷെ അന്ന് ഞങ്ങൾക്ക് കയറാൻ പറ്റിയില്ല. അപ്പോൾ മോൻ്റെ ഒരു ആഗ്രഹം നടത്തി കൊടുക്കാമെന്ന് കരുതിയിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഈ സ്നോ ഫാൻറ്റസി കയറാനാണ് ഞങ്ങൾ കാര്യമായിട്ട് ഹൈലൈറ്റ് മാളിൽ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഉപ്പയും അത് കാണുമായിരുന്നു. അവിടെ വിചാരം അത് ശരിക്കുള്ളതെന്നൊക്കെ ഉപ്പ പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ശരിക്കൊന്നുമില്ലല്ലോ ഉപ്പ, ഇങ്ങനെ അതിന് ഉണ്ടാക്കി വെച്ചാന്നൊക്കെ പറഞ്ഞ് ഇതിൻ്റെ അടിയിലാണ് പിന്നെ ഈ കുട്ടികൾ കളിക്കുന്ന സ്ഥലം എന്നൊക്കെ പറഞ്ഞു കൊടുക്കായിരുന്നു. അങ്ങനെ അവർ ഈ കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. അപ്പോൾ മോള് നോക്കി നിൽക്കുന്നത് ഈ മേക്കപ്പ് സെറ്റിൻ്റെ ആ ഭാഗത്തേക്ക് കേട്ടോ. അപ്പോൾ അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടേക്ക്. ഇതിൻ്റെ 2-3 ചെറിയ ഷോർട്ട് വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, മോന് കാറ് ഓടിക്കുന്നതും അത് കുതിരസവാരി നടത്തുന്നതൊക്കെ. പക്ഷെ അന്ന് എനിക്കത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഏതായാലും ഇന്ന് അപ്ലോഡ് ചെയ്യുകയാണ്. അപ്പോൾ ഞങ്ങൾ ഈ സ്നോ ഫാൻറ്റസിൻ്റെ ഉള്ളിൽ കയറിയതും ഈ മാളിലൂടെ കുറച്ച് കറങ്ങി നടക്കുന്നതും പിന്നെ ഇതിൽ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ അതിൽ കയറുന്നതും അതിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ സാധനങ്ങൾ വാങ്ങിക്കുന്ന വീഡിയോ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. കാരണം കുറച്ച് സമയത്ത് എൻ്റെ ഫോണിൽ ചാർജ് തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കുറേ വീഡിയോസ് സാധനങ്ങൾ വാങ്ങുന്നതും പോരുന്ന വീഡിയോസൊക്കെ എനിക്ക് മിസ്സായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല. കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ അടിയിലെ ഫ്ലോറിലായിരുന്നു കേട്ടോ ഈ സ്നോ ഫാൻറ്റസി എടുക്ക് കയറുന്ന സ്ഥലം. അപ്പോൾ അവിടേക്ക് പോവുകയാണ് ഞങ്ങൾ. ഉപ്പി ഇവരൊക്കെ നേരത്തെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി അവിടെ കാര്യങ്ങളൊക്കെ ഒക്കെ സംസാരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വലിപ്പത്തിനനുസരിച്ച് അവിടെ ഒരു അളക്കുന്നൊരു സാധനം ഉണ്ട് കേട്ടോ. അവിടെ കയറുന്നിട്ട് നമ്മൾ ഹൈറ്റ് അളന്നതിന് ശേഷമാണ് അവർ ക്യാഷൊക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ ഇക്ക പറഞ്ഞു ഞാനില്ല, നിങ്ങളുടെ 3 പേരും കയറിക്കോളൂ, ഉപ്പയും ഇല്ലല്ലോ, അവർക്ക് തണുപ്പ് പറ്റുണ്ടാവില്ല, അപ്പം നിങ്ങൾ കയറിക്കോളൂ പറഞ്ഞിട്ട് ഞങ്ങൾ 3 കയറ്റി കേട്ടോ. അപ്പോൾ കയറി കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് തന്നെ എല്ലാ സാധനങ്ങളും തന്ന് അത് നമ്മൾ ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരുക്കത്തിലാട്ടോ. അപ്പോൾ മോന് ഇടുകയാണ്. ഓരോ ഏജിനനുസരിച്ചും നമ്മളവിടെ ഹൈറ്റിനനുസരിച്ചും ആ കാണിച്ചു കൊടുക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ഡ്രസ്സൊക്കെ അവർ തരുന്നുണ്ട് കേട്ടോ. പക്ഷേ കയറുന്ന വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഇതിലൂടെ ഇട്ട് നമ്മൾ കയറ്റി വിടുകയും പിന്നെ നമ്മൾ പുറത്തിറങ്ങാൻ വേറൊരു ഡോർ കേട്ടോ. അപ്പോൾ ഉള്ളിൽ കയറിയപ്പോൾ തന്നെ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ തണുപ്പ് ഭയങ്കര ഇതാണ്, കാരണം എനിക്ക് തണുപ്പേ സഹിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ എനിക്ക് തണുപ്പ് സഹിക്കാൻ പറ്റില്ലേനും ശ്വാസം മുട്ടൊക്കെ ഉള്ളതാണ്. അപ്പോൾ എനിക്ക് ഞാൻ ഇത്ര തണുപ്പൊന്നും ഞാനും പ്രതീക്ഷിച്ചില്ല. പക്ഷെ മോന് ഒരുപാട് ഹാപ്പി ആയിരുന്നു കേട്ടോ. അവൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഐസ് മലയിൽ പോകണം. അത്ര ഞാൻ പറയും വലിയ കുട്ടിയായിട്ടൊക്കെ പോകാമെന്ന് അറിഞ്ഞിരുന്നു. അവനും തണുപ്പൊന്നും അല്ലാണ്ട് പറ്റില്ല. പക്ഷെ അവരുടെ ആഗ്രഹമല്ലേ നമ്മൾ സാധിച്ചു കൊടുക്കുക. അപ്പോൾ അവന് ഭയങ്കര ഹാപ്പി ആയി ഐസ് കണ്ടപ്പോൾ. അപ്പോൾ അതിൽ കളിക്കാട്ടോ അവന്. ഇതിൻ്റെ ഉള്ളിലും ഒത്തിരി പേരുണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു രസമായിരുന്നു കേട്ടോ കുട്ടികൾക്ക് കളിക്കാനായാലും. തണുപ്പ് സഹിക്കാൻ പറ്റുന്നവർക്ക് ഈ കയ്യറിൻ്റെ ഉള്ളിലൂടെയൊക്കെ ഐസൊക്കെ കയറി പോകുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റാത്ത തണുപ്പായിരിക്കും. അപ്പോൾ അതുപോലൊക്കെ ഉണ്ടായിട്ടോ. അപ്പോൾ ലാസ്റ്റ് മോന് കളിക്കേണ്ട ഇടയിൽ കൂടി കൈയിൻ്റെ ഉള്ളിലൂടെ ഐസ് കയറിപ്പോയിട്ട് ഞങ്ങൾ ലാസ്റ്റ് നിർത്തി പോയിട്ട് അവന് തണുപ്പ് സഹിക്കാൻ കഴിയുന്നില്ല പറഞ്ഞിട്ട് നിർത്തിപ്പോന്നു ഞങ്ങൾ. ടൈം 1 മണിക്കൂറൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് അത്രയും സമയമൊന്നും എനിക്ക് ചിലവഴിക്കാൻ പറ്റില്ല. കുറച്ച് സമയം ഞങ്ങൾ അതിൽ ചിലവഴിച്ചുള്ളൂ. അപ്പോഴേക്കും മോന് തണുപ്പാണെന്നും പറഞ്ഞ് കരഞ്ഞപ്പോൾ പിന്നെ ഞങ്ങളങ്ങനെ പോന്നു കേട്ടോ. മോൾക്ക് പോരാനേ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ മോന് പോന്ന് കഴിഞ്ഞ് പുറത്തൊക്കെ ഇറങ്ങിയൊക്കെ ശരിയായപ്പോൾ മോന് വീണ്ടും അങ്ങോട്ട് തന്നെ പോകണം എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ അങ്ങനെ പോയതൊന്നുമില്ല കേട്ടോ. ഏതായാലും
ഇതിലൊത്തിരി പേരുണ്ടായിരുന്നു. കുട്ടികൾക്ക് ഊഞ്ഞാലാടാനായാലും അവർക്ക് പല കാര്യത്തിൽ ഇതുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഉള്ളിലൊരു കോഫി ഷോപ്പ് ഉണ്ട് കേട്ടോ. പുറകെ കാണുന്ന ആ ഒരു വീട് പോലത്തെ അതൊരു കോഫി ഷോപ്പാണ്. അതിൻ്റെ മേലെ നല്ല തണുത്ത കോഫിയൊക്കെ വേണമെങ്കിൽ അവിടെ നിന്ന് കിട്ടും കേട്ടോ. നല്ലൊരു അനുഭവമായിരുന്നു. ഇതിലൂടെ ഇങ്ങനെ സ്റ്റെയർ കേസ് കയറി പോയിട്ട് പിന്നെ കുട്ടികളിങ്ങനെ കറങ്ങി വരുന്ന ഉതിർപ്പാലത്ത് കൂടി ഇങ്ങനെ വരുന്നതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവരവിടേക്ക് കയറാൻ വേണ്ടിയിട്ട് അതിലൂടെ ഉതിർന്ന് ഇറങ്ങാൻ വേണ്ടി കയറിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട് മോള്. അതിൻ്റെ മേലെ നിന്ന് ഇങ്ങനെ ഉതിർന്നതിലൂടെ താഴേക്ക് വരികയും ചെയ്യാം. മോനും മോളും എത്തിയിട്ടുണ്ട്. അവർ പോയി നല്ല കളിയാട്ടോ. ഐസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞ് കളിക്കുകയാണ്. പിന്നെ ഇനി ഇതിലുള്ളൊരിതാട്ടോ, ഇതിലിരുന്നിട്ട് താഴേക്ക് പോകുന്നൊരു ഉതിർന്ന് പോകുന്നൊരിതുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം ഞാനും ഇവരുടെ കൂടെ ഉണ്ടായതുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. പക്ഷെ നല്ല മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ.
ഐസ് കയറിയപ്പോൾ അവന് തണുപ്പാന്നും പറഞ്ഞ് പിന്നെ അവന് നിൽക്കണ്ട, ഏതായാലും ഞങ്ങൾ പുറത്തിറങ്ങി ഡ്രസ്സും കാര്യങ്ങളൊക്കെ അവർ ഓരോ ബാസ്ക്കറ്റ് വെച്ചിട്ടുണ്ട്. ആ ബാസ്ക്കറ്റിലേക്ക് ഷോക്സ്, കോട്ട്, ഷൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഇടണം. അപ്പോൾ അവർ നമ്മളെ മേടിച്ച ഷൂസും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർ കോയിന് തന്നിട്ടുണ്ടാവും. ആ കോയിൻസിൻ്റെ ഇത് കാണിച്ചു കൊടുത്താൽ, നമ്പർ കാണിച്ചു കൊടുത്താൽ നമ്മളെല്ലാ സാധനം അവർ തിരിച്ച് തരുകയും ചെയ്യും കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ തന്ന് ഞങ്ങൾ മേലോട്ട് കയറി പോവാണ്. അപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്തൊക്കെയായിരുന്നു വെക്കിയിട്ടും. അപ്പോൾ ഞങ്ങൾ മേലോട്ട് കയറിപ്പോയി. അപ്പോഴാണ് മോനെ ഇത് കാണുന്നത്. അപ്പം മോന് കാറിലൊന്ന് പോകണമെന്ന് പറഞ്ഞ് അങ്ങനെ ആ കാറിലൊന്ന് പോയി. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് തൊട്ടടുത്ത് തന്നെ ഒരു കുതിര ഉണ്ടായിരുന്നു. അതിൽ രണ്ടിൽ അവന് കയറണം എന്ന് പറഞ്ഞിട്ട് അതിൽ രണ്ടിൽ അവനൊന്ന് പോയി വന്നിട്ടോ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ പിന്നെ ബാക്കിയുള്ളിടത്തൊക്കെ പോയത്. പിന്നെ പോകാനുള്ളത് പറഞ്ഞാൽ അവന് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അവിടെ തന്നെ ഒരു കോർണറിൽ നിന്നിരുന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങളങ്ങനെ താഴത്തുള്ള നെസ്റ്റോൻ്റെ സൂപ്പർ മാർക്കറ്റിലേക്ക് പിന്നെ നേരെ പോയത് കേട്ടോ. നമ്മളിങ്ങനെയൊക്കെ ഫാമിലി ആയിട്ടൊക്കെ പുറത്ത് പോകുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ, മനസ്സിനൊക്കെ ഒത്തിരി സന്തോഷമായിരിക്കും. എല്ലാവരും കൂടി ഇങ്ങനെ പോകുമ്പോൾ ഒത്തിരി സന്തോഷം തന്നെയാണല്ലോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ പോകുന്നത് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൽ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചെല്ലുന്ന ദിവസം നല്ല ഓഫറിലൊരു ഡേ ആയിരുന്നു കേട്ടോ. ബിഗ് സൈസ് നടക്കുന്ന നല്ലൊരു ഓഫറിൽ ഡേ ആയിരുന്നു. അതുപോലെ തന്നെ അത് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. നല്ല ഓഫർ ഉള്ളിക്കും വെജിറ്റബിളിനും ഒക്കെ നല്ല വിലക്കുറവുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത് ഞങ്ങൾ ചെല്ലുമ്പോൾ. അപ്പോൾ ഞങ്ങൾ മൊത്തത്തിലൊക്കെ ഒന്ന് നോക്കുമായിരുന്നു. അതുപോലെ ഫിഷിൻ്റെ ഏരിയയും അങ്ങനെ എല്ലാ ഏരിയയിലും നല്ല കച്ചവടം ഉണ്ടായിരുന്നു കേട്ടോ. നല്ല സെയിലുണ്ടായിരുന്നു, നല്ല ഓഫറും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അന്ന് തന്നെ നല്ല ആൾക്കാർ ഒത്തിരി പേരുണ്ടായിരുന്നു. അപ്പോൾ ഇക്ക കുബൂസ് നോക്കട്ടെ, നല്ല ടേസ്റ്റുള്ള കുബൂസായിരുന്നു കേട്ടോ. അവിടെ തന്നെ അപ്പം തന്നെ ഉണ്ടാക്കുക, അത് അപ്പം തന്നെ പാക്ക് ചെയ്യണമായിരുന്നു. എന്നാലും ഞങ്ങൾ മേടിച്ചിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളെ വീഡിയോ ഇഷ്ടമായും കരുതുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് അറിയിക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ടേക്ക് കെയർ, ബൈ.